കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ കർത്താവിന് സ്തോത്രമർപ്പിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശങ്ങൾ അനുഗ്രഹവും വിടുതലും സമാധാനവും നൽകട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ, അതായത് പത്രോസ്, മർക്കോസ് എന്നു മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് കൊണ്ടിരുന്നു. നമുക്കറിയാം, ഈ 12-ാം അധ്യായം പ്രതിപാദിക്കുന്നത് ഹെരോദാവ് യാക്കോബിനെ കൊന്നതിന് ശേഷം പത്രോസിനെയും കൊല്ലുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പത്രോസിനെ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ ആക്കിയിരിക്കുകയാണ്. സ്തോത്രം. ഹെരോദാവിൻ്റെ ആഗ്രഹം അടുത്ത ദിവസം പത്രോസിനെ കൂടെ കൊല്ലണം. കാരണം മറ്റൊന്നുമല്ല, യഹൂദന്മാരുടെ സപ്പോർട്ട് തനിക്ക് കിട്ടുവാൻ, അവരുടെ പ്രീതി സമ്പാദിക്കുവാൻ ആണ് ഹെരോദാവ് ഇതൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ചിലർക്കൊക്കെ പ്രീതി വരുവാൻ വേണ്ടി പലപ്പോഴും ദൈവ കുഞ്ഞുങ്ങൾക്കെതിരെ ചില ദോഷങ്ങൾ ചെയ്യുവാൻ നിരൂപിക്കുന്നവരും മുതിരുന്നവരും ഉണ്ട്. എന്നാൽ സ്തോത്രം, അവരുടെ നിരൂപണങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ നീക്കങ്ങളും പരാജയപ്പെടുമെന്നാണ് ഈ വേദഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ തകർച്ച കാണുവാനും നിങ്ങളുടെ മരണം കാണുവാനും നിങ്ങളുടെ നാശം കാണുവാനും ആഗ്രഹിക്കുന്ന പലരും കാണും. അതിനൊക്കെ പ്രേരക ശക്തിയായി അവരിൽ വ്യാപരിക്കുന്നത് പിശാചമാണ്. ഹെരോദാവ് ഇതാഗ്രഹിച്ചത് അവൻ്റെ ഉള്ളിൽ യഹൂദന്മാർക്ക് ഒന്ന് പ്രീതി വന്നോളും, അതൊക്കെ അവൻ്റെ ആഗ്രഹം. എന്നാൽ ഇതിന് പിൻപിലെ കരങ്ങളെന്ന് പറയുന്നത് സാധാന്യമാണ്, പൈശാചികമാണ്. കാരണം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് സാത്താൻ്റെ പദ്ധതികൾ. കാരണം അവൻ്റെ രാജ്യത്തിന് ആക്രമം വരുത്തുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവത്തിൻ്റെ ദാസിമാരെ എന്ത് ചെയ്യുക? ഒതുക്കി തീർക്കുക എന്നുള്ളതാണ്. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പത്രോസിനെ 2 ചങ്ങലകളാൽ ബന്ധിച്ച് 2 ചേവകർ കാവലായി നിന്ന് വേറെ 4 കൂട്ടങ്ങളെ 4 പേരായി വെച്ച് ഒരു വലിയ കാവൽ തന്നെ ഈ പത്രോസിന് ചുറ്റുമുണ്ട്. അതായത് ഏറ്റവും പുറത്ത് ബലമുള്ള ഇരുമ്പ് വാതിൽ, അതിനകത്ത് അല്ലാത്ത 2 വാതിലുകൾ, അങ്ങനെ 3 വാതിലുകളുടെ ഉള്ളിലാണ് പത്രോസ് എന്ന ദൈവമനുഷ്യൻ കിടക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് പകൽ നിങ്ങൾ ചില വാതിലുകൾക്കകത്തളങ്ങളിൽ കിടക്കുകയാണോ? നിങ്ങൾ ചില വാതിലുകളുടെ ഉള്ളുകളിൽ കിടക്കുകയാണോ? നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ അകപ്പെട്ട് കിടക്കുകയാണോ? ശ്രദ്ധിക്കുക, നിങ്ങളെ വിടുവിക്കുവാൻ ഒരുവൻ വരും. സ്തോത്രം. അവിടെ മനുഷ്യകരങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. കാരണം അധികാരമുള്ളവനാണ് പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. അധികാരമുള്ളവൻ പിടിച്ചകത്തിട്ടത് കൊണ്ട് ഒരു കാരണവശാലും മാനുഷിക കരങ്ങൾക്ക് അവിടെ ചെന്ന് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മാനുഷിക കരങ്ങൾ നിങ്ങളെ സഹായിപ്പാൻ കഴിയാതെ വരുന്ന ചില സമയങ്ങൾ കാണും. എല്ലാം കൈവിട്ടു പോകുന്ന ചില സമയങ്ങൾ കാണും. എന്നാൽ ആ സമയത്താണ് കർത്താവിൻ്റെ പ്രവൃത്തി എന്ന് അറിയുക. ഇവിടെ പത്രോസ് ഈ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അവൻ അവിടെ കിടന്ന് ഉറങ്ങി. അതായത് ഒത്തിരി ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടുത്തുകയോ
നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ടെൻഷൻ പിടിച്ച് അസ്വസ്ഥത ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഉറങ്ങുന്നതല്ലേ? കാരണം പത്രോസിന് നല്ല ഉറക്കം കർത്താവ് കൊടുത്തു. ഉറങ്ങാൻ കഴിയാതെ വണ്ണം പലവിധമായ ചിന്തകളും പലവിധമായ ഭാരങ്ങളും പേറിക്കൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ ആ പ്രയാസത്തിൽ നിന്ന്, നിങ്ങളെ ടെൻഷൻ പിടിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന്, നിങ്ങളെ ഭയപ്പെടുത്തുന്ന ആ വിഷയത്തിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് നല്ല ഉറക്കം തരുവാൻ പോകുകയാണ്. അതായത് നീ ഉറങ്ങി ആശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും നിൻ്റെ ബുദ്ധി ചിന്തിച്ച് നീ ഒരു വല്ലാത്ത അവസ്ഥയിൽ ആയി പോകുകയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. പലപ്പോഴും രാത്രിയുടെയൊക്കെ യാമങ്ങളിൽ ചില വിഷയങ്ങളുമായി ഭാരപ്പെട്ട് എഴുന്നേറ്റിരുന്ന് ചിന്തിക്കുന്ന അനേകരെക്കുറിച്ച് അറിയാം. എന്താണെന്നറിയാം അവരുടെ പ്രശ്നം? അവർ ചിന്തിച്ച് കൂട്ടുകയാണ്. അതിനനുസരിച്ച് അവരുടെ ശരീരത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. അവരുടെ ശരീരങ്ങൾ രോഗങ്ങൾ കൊണ്ട് നിറയുകയാണ്. അവരുടെ സമാധാനം നഷ്ടപ്പെടുകയാണ്. അവിടെ അവർ ഒരു വല്ലാത്ത വിഷാദത്തിലേക്ക് തള്ളി വിടപ്പെടുകയാണ്. എന്നാൽ ഇവിടെ അടുത്ത ദിവസം പത്രോസിനറിയാം യാക്കോബിനെ കൊന്ന കാര്യം അറിയാം. അടുത്ത നിമിഷം ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെങ്കിൽ പത്രോസ് ചിന്തിച്ചിരിക്കാം. അപ്പോൾ തന്നെ പത്രോസിന് ഉറയ്ക്കുവാനൊരു കാര്യമുണ്ട്. അവനോട് വാസ്തവമായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ വൃദ്ധനാകുമ്പോൾ നിന്റെ അര കിട്ടുവാൻ മറ്റൊരുത്തൻ വരുന്ന ഒരവസരത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഇവൻ്റെ പ്രായത്തിൻ്റെതായ നിലയിൽ ഇവൻ്റെ മരണം നടക്കുകയുള്ളൂ എന്നുള്ള ഒരു വാഗ്ദത്ത ഉറപ്പും ഈ പത്രോസിൻ്റെ അകത്ത് കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങി. സ്തോത്രം. ഇവിടെ പത്രോസ് അവിടെ കിടന്നുറങ്ങുമ്പോൾ അപ്പുറത്ത് ഒരു സഭയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്, കുറേ ദൈവകുഞ്ഞുങ്ങളുണ്ട്. അതായത് സ്ഥാനങ്ങൾക്കോ മാനങ്ങൾക്കോ വേണ്ടി ഇരിക്കുന്നവരല്ല, നോട്ടീസോ പോസ്റ്റർ അടിച്ച് പ്രാർത്ഥന നടത്തുന്നു എന്ന് പറയുന്നവരല്ല, അവിടെ പ്രത്യേകിച്ച് നേതാക്കന്മാരോ നേതൃത്വമോ ലീഡേഴ്സോ ഒന്നുമല്ല ഉള്ളത്. അവിടെ സാധുക്കളായ കുറേ സഹോദരിമാർ സഹോദരങ്ങൾ അവിടെയുണ്ട്. അവരുടെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, പത്രോസ് കാരാഗ്രഹത്തിലാണ്, പത്രോസ് പുറത്തു വരണം. എൻ്റെ പ്രിയമുള്ളവരെ, പലപ്പോഴും പേര് വെച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട അനവധി പ്രാർത്ഥനകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നല്ലത് ചെയ്യട്ടെ, അനേകർ വന്ന് ആ പ്രാർത്ഥനകളിൽ കൂടുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി അതിൽ നിന്ന് മറ്റെന്തെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ, അതായത് പേര് വരുവാനോ പ്രശംസയ്ക്കോ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തിലെങ്ങും ഒരു ദൈവപ്രവൃത്തിയും വെളിപ്പെടുകയില്ല. ആ പ്രാർത്ഥനകളൊക്കെ വെറും വെള്ളത്തിലെ വരകളായിട്ട് മാറിപ്പോകും. സ്തോത്രം. ശ്രദ്ധിച്ചാട്ട് ദൈവ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇവരെ ആരും അറിയുന്നില്ല. അറിഞ്ഞവർ ഈ മാർക്കോസിൻ്റെ ഈ മാളിക മുറിക്കകത്ത്, ഈ വീടിനകത്ത് അവരൊന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പത്രോസ് പുറത്തു വരണം. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അതായത് ഞങ്ങളെ വചനം പഠിപ്പിച്ചവൻ, ഞങ്ങളെ വഴി കാണിച്ചു തരുന്നവൻ, ഞങ്ങളുടെ ലീഡർ എവിടെ കിടക്കുന്നു? കാരാഗ്രഹത്തിന് അകത്ത് കിടക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം യാക്കോബിനെ കൊന്ന കാര്യം അവർക്കറിയാം. അവരുടെ പ്രാർത്ഥന ഒന്നേ ഉള്ളൂ, പത്രോസ് പുറത്തു വരണം. അവർക്കാകെ അതുമാത്രമേ ചെയ്യുവാൻ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ ആരും നമ്മളെ സഹായിക്കാൻ വരണ്ട. പക്ഷെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയത്തില്ലേ? പ്രാർത്ഥനയുടെ ആ തലത്തിലേക്ക് നമുക്കൊന്ന് കയറരുതോ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് പ്രവർത്തിക്കത്തില്ലേ? തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിക്കും. നമ്മൾ വിശ്വസിക്കണം. ഒരുപക്ഷെങ്കിൽ വലിയ നേതാക്കന്മാരൊന്നും കാണത്തില്ല, എന്നാൽ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ അരുമനാഥനായ കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ ഈ സഹോദരങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർക്കാകെ അറിയാവുന്നത് ഒന്നേ ഉള്ളൂ, യേശു ഞങ്ങളുടെ കർത്തൃത്വത്തിനെ വിടിവിക്കും. അങ്ങനെ അവർ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്ന്, അവർ ഒരുമനപ്പെട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നു, അവർ ശ്രദ്ധയോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും പല പ്രാർത്ഥനകളും ഒരുമനമില്ലാതെ
ശ്രദ്ധയില്ലാതെ പോകുന്നത് കൊണ്ട് കർത്താവിന് അതിനകത്ത് പ്രവർത്തിക്കുവാൻ പറ്റുകയില്ല. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ പലപ്പോഴും വിഷയങ്ങൾക്ക് അപ്പുറത്തേക്കൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോകാറുണ്ട്. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കർത്താവ് പറഞ്ഞത് 2 പേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും അത് നൽകി തരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്തോത്രം, പ്രിയ ദൈവമക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമനപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. അത് കഴിഞ്ഞ് പ്രാർത്ഥന ശ്രദ്ധയുള്ളതായിരിക്കണം. എന്തെങ്കിലും വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല പ്രാർത്ഥന. പ്രാർത്ഥന ശ്രദ്ധയുള്ളതാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയത്തിനകത്തൊന്നും പ്രാർത്ഥന പോകണം. നമ്മൾ പറയാറില്ല, മോനെ ശ്രദ്ധിച്ചു പഠിക്കടാ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കടാ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചെഴുതടാ എന്ന് പറയുമ്പോൾ അവൻ വെറും കൈകൊണ്ട് എഴുതുകയല്ല, അവൻ്റെ ഹൃദയത്തിനകത്ത്, അവൻ്റെ മനസ്സിനകത്ത് അവൻ പഠിച്ചു വെച്ച വിഷയങ്ങളെ അവൻ ഓർത്ത് ചിന്തിച്ച് എഴുതുകയാണ്. അതുപോലെ ശ്രദ്ധയോടുകൂടെ വേണം പ്രാർത്ഥിക്കുവാൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം പ്രാർത്ഥന പുറത്തേക്ക് വരുവാൻ. അതായത് മനസ്സിൻ്റെ അകത്തളത്തിൽ നിന്നും വേണം പ്രാർത്ഥന പുറത്തേക്ക് വരുവാൻ. അതാണ് ശ്രദ്ധയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് മറുപടി തരുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം ഇതേ ഉള്ളൂ. ഒന്ന്, നാം ശ്രദ്ധയില്ലാതെ അലക്ഷ്യമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. 2, നമുക്ക് ഒരുമനമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് മാറിക്കഴിഞ്ഞാൽ തന്നെ ദൈവപ്രവൃത്തി നമ്മുടെ വീടുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഇവര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ അപ്പുറത്ത് മറ്റൊരു സംഭവം നടക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കുന്ന അകത്ത് നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വിഷയത്തോടനുബന്ധിച്ച് കർത്താവിൻ്റെ കരം ഇറങ്ങുകയാണ്. സ്തോത്രം. അതായത് പത്രോസ് കിടക്കുന്നതായ കാരാഗൃഹത്തിൻ്റെ ഉള്ളിൽ മനുഷ്യർക്ക് കയറി ചൊല്ലുവാൻ അനുവാദമുള്ളത് ആ ജയിലിലെ ഉദ്യോഗസ്ഥന്മാർക്കാണ്, മറ്റാർക്കും പറ്റത്തില്ല. എന്നാൽ സ്തോത്രം, ഈ ജയിലിന് കാവലുണ്ട്, ഇതിന് വാതിലുണ്ട്, ഇതിന് മേൽക്കൂരയുണ്ട്, ഇത് നല്ല ബന്ധവസ്ഥാണിത്. എന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ ദൂതനിറങ്ങുന്നതിന് തടസ്സമില്ല. കാരണം ദൈവത്തിൻ്റെ ദൂതൻ എന്ത് ചെയ്യുന്നു? ഏത് സാഹചര്യത്തിലും ഇറങ്ങി വരുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അടച്ചിട്ട മുറിക്കകത്തിരിക്കുമ്പോൾ ആ മുറിക്കകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങാൻ പറ്റും. ശ്രദ്ധിക്കണമേ, നിങ്ങൾ അടച്ചിട്ടിരിക്കുന്ന മുറിക്കകത്ത് ദൈവത്തിൻ്റെ ദൂതന് ഇറങ്ങി വരുവാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ സമയം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ചിലരോടായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുള്ള വിഷയത്തിൻ്റെ നടുവിൽ, നിങ്ങൾ ആയിരിക്കുന്ന ആ വലിയ കലുഷിതമായ വിഷയത്തിൻ്റെ നടുവിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ദൂതൻ അതിനകത്തോട്ട് ഇറങ്ങി വരും. ദൈവത്തിൻ്റെ ദൂതൻ എന്ത് ചെയ്യുന്നു? ഈ കാരാഗ്രഹത്തിനകത്ത് പത്രോസിൻ്റെ അടുക്കൽ ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇരുട്ടങ്ങ് മാറി. കാരണം അവിടെ മൊത്തം ഒരു ഡാർക്കായിട്ട് കിടക്കുകയായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ? നമുക്കറിയാം, ജയിലുകളുടെ ഉള്ളറകളൊക്കെയും ഇരുണ്ട മുറികളായിരിക്കും. ഈ ഇരുണ്ട മുറിക്കകത്ത് ദൂതനിറങ്ങിയപ്പോൾ പ്രകാശം, വെളിച്ചം അവിടെ പരക്കപ്പെട്ടു. ആ വെളിച്ചം പരക്കപ്പെട്ട നിമിഷം എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. വചനം ഇങ്ങനെയാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൂതൻ പറയുകയാണ്, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി. അതായത് എന്ത് ചെയ്യുന്നു? പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി. എങ്ങനെയാ പത്രോസ് കിടക്കുന്നത്? പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി എന്ത് ചെയ്യുന്നു? നിലത്ത് കിടക്കുകയാണ്. അവൻ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ മലർന്ന് കിടക്കുകയാണ്. അവൻ്റെ വിലാപ്പുറത്താണ് ആര് തട്ടുന്നത്? ദൂതൻ തട്ടുന്നത്. ശ്രദ്ധിച്ച്, നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ വിലാപ്പുറം എന്ത് ചെയ്യുന്നു? അതായത് റോമൻ പടയാളികൾ അവരുടെ ശക്തിയേറിയ ആയുധമാകുന്ന കുന്തം കൊണ്ട് കർത്താവിൻ്റെ ആ വിലാപ്പുറം കുത്തി. അവിടുന്ന് രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു.
ശ്രദ്ധിച്ചേ, ആ കുത്തേറ്റവൻ ഇതാ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടുവാൻ, പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടുവാൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് പ്രതിസന്ധിയാണോ ഉള്ളത്, അവിടെ നിങ്ങളെ തട്ടി ഉണർത്തുന്നൊരു കർത്താവുണ്ട്, നിങ്ങളെ തൊടുന്നൊരു കർത്താവുണ്ട്. നിങ്ങളുടെ രോഗഭാഗങ്ങളിൽ, നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നതായ വിഷയങ്ങളിൽ ആ കർത്താവിൻ്റെ കരം അവിടെ വയ്ക്കും. നിങ്ങളുടെ ഉദരത്തിനകത്ത് രോഗമാണോ, അവിടെ ആ കർത്താവിൻ്റെ കരം വയ്ക്കും. നിങ്ങളുടെ അസ്ഥികൾക്കാണോ രോഗം, അവിടെ കർത്താവിൻ്റെ കരം വയ്ക്കും. നിങ്ങളുടെ ഹാർട്ടിനാണ് രോഗം, അവിടെ കർത്താവിൻ്റെ കരം വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കിഡ്നികൾക്കാണോ രോഗം, അവിടെ കർത്താവിൻ്റെ കരം വയ്ക്കും. നിങ്ങളുടെ ലങ്സിനാണോ പ്രശ്നം, അവിടെ യേശുവിൻ്റെ കരം വയ്ക്കും. ആമേൻ. നിങ്ങളുടെ കണ്ണുകൾക്കാണോ, കാതുകൾക്കാണോ, പല്ലുകൾക്കാണോ, നിങ്ങളുടെ മസ്തിഷ്കത്തിനാണോ, എന്താണോ പ്രശ്നം, അവിടെ കർത്താവിൻ്റെ കരം വയ്ക്കും. ഇവിടെ അവൻ്റെ വിലാപ്പുറത്ത് തട്ടി. സ്തോത്രം. വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. കിടന്നത് മതി. നീ ഈ തടവറയ്ക്കകത്ത് നിന്നെ പിടിച്ച് വയ്ക്കുവാൻ കൊടുത്ത സമയം കഴിഞ്ഞു. അതായത് നീ പോകുന്ന പ്രതികൂലം, നീ പോകുന്ന പ്രതിസന്ധി, നീ പോകുന്ന കഷ്ടത, നീ പോകുന്ന ഞെരുക്കം, നീ പോകുന്നതായ രോഗ മേഖലകൾ, നീ പോകുന്ന സാമ്പത്തികമായ തകർച്ചകൾ, ഇതിൽ കൂടെ നീ പോയത് മതി. ഇവിടെ നീ എഴുന്നേൽക്കുകയാണ്. ജയിലിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവനെ ഉണർത്തി. അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. അതായത് ആ ചങ്ങലകൾ അഴിഞ്ഞുപോയി. ആ ചങ്ങലകൾ അവൻ്റെ കയ്യിൽ നിന്ന് വീണു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ആരൊക്കെ നിന്റെ മേൽ ചങ്ങല ഇട്ടിട്ടുണ്ടോ, ആരൊക്കെ നിന്നെ ചങ്ങല കൊണ്ട് ഒതുക്കിയിട്ടുണ്ടോ, നീ വിശ്വസിക്കുക, ചില ചങ്ങലകളെ കർത്താവ് അഴിക്കാൻ പോകുകയാണ്. സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ കർത്താവിൻ്റെ കരം വെച്ചു കഴിഞ്ഞാൽ, ശത്രു എത്ര ചങ്ങലയിൽ കൊണ്ട് നിന്നെ പൂട്ടിയാലും ആ പൂട്ട് സ്വർഗത്തിൽ ദൈവം തുറക്കും. അതിന് മനുഷ്യൻ്റെ ആവശ്യം ദൈവത്തിനില്ല. ഇവിടെ പത്രോസിൻ്റെ കയ്യിൽ ലോകം അധികാരത്തോടെ പൂട്ടിയ പൂട്ട്. ഒരു പക്ഷെങ്കിൽ ആ പൂട്ടിൻ്റെ താക്കോൽ കാരാഗ്രഹ പ്രമാണിയുടെ കയ്യിൽ കാണും. എന്നാൽ കാരാഗ്രഹ പ്രമാണിയുടെ പോക്കറ്റിൽ, അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ, അല്ല അവൻ്റെ മേശയുടെ ഡ്രോയ്ക്കകത്ത് ആ താക്കോൽ ഇരിക്കുമ്പോൾ, ഇന്ന് പൽക്കാലം നിന്റെ ജീവിത വിഷയത്തിൻ്റെ പൂട്ടിവെച്ചിരിക്കുന്ന താക്കോലുകൾ ഏതെങ്കിലും ഓഫീസിനകത്തിരിക്കുകയായിരിക്കാം, ഏതെങ്കിലും വ്യക്തിയുടെ കയ്യിലിരിക്കുകയായിരിക്കാം. ഈ നിമിഷം ഞാൻ ആത്മാവിലൊന്ന് പറയട്ടെ, നീ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് നിന്നെ തൊടുന്ന മാത്രയിൽ ആ താക്കോൽ അവിടെ ഇരിക്കട്ടെ. പക്ഷെങ്കിൽ അഴിയേണ്ടത് ഇവിടെ അഴിയും, തുറക്കേണ്ടത് ഇവിടെ തുറക്കും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരിക. ദൂതൻ പറയുന്നു, എൻ്റെ പിന്നാലെ വരിക. അവൻ പിന്നാലെ ചെന്നു. സ്തോത്രം. അതിനോടകം അവിടെ പറയുന്നുണ്ട്, നിന്റെ അര മുറുക്കുക, നിന്റെ കാലിൽ ചെരുപ്പിട്ട് മുറുക്കുക, നിന്റെ പുതപ്പ് പുതയ്ക്കുക. എന്താണ് പറഞ്ഞത്? നിന്റെ അര മുറുക്കുക. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, അരയ്ക്ക് സത്യം കിട്ടുക. അതായത് ആരാണ് സത്യം? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, നീ ധൈര്യമായിട്ടൊരു ബെൽറ്റ് പോലെ യേശുവിനെ കെട്ടിക്കോളൂ. അടുത്തത് പറയുന്നു, കാലിലെ ചെരുപ്പ് മനോഹരമായ സുവിശേഷമാണ്. ആ സുവിശേഷം എന്ത് ചെയ്യുന്നു? നീ പറയാൻ പോകുകയാണ്. അതായത് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം നീ പറയാൻ അരയ്ക്ക് നീ സത്യം കെട്ടി, നിന്റെ കാലിൽ ചെരുപ്പിട്ട് മുറുക്കി നീ പുറത്തേക്ക് പോകുക. എൻ്റെ പ്രിയമുള്ളവരെ, യേശു ഒരു വ്യക്തിയെ വിടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെക്കുറിച്ചുള്ള സാക്ഷ്യം പറയേണ്ട ഉത്തരവാദിത്വം വിടുതൽ പ്രാപിച്ചവനാണ്. ആമേൻ. കർത്താവിന് സ്തോത്രം. പത്രോസ് മുൻപോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നാം വാതിലും രണ്ടാം വാതിലും താനെ തുറക്കുന്നു.
ഏറ്റവും പുറത്തുള്ള ഇരുമ്പുവാതിലും അവരുടെ മുമ്പിൽ തുറന്നു. അതായത് സ്തോത്രം, നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ ഒരു കാവലിനും നിന്നെ അടച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല, ഒരു വാതിലിനും നിന്നെ തടസ്സം ചെയ്യുവാൻ കഴിയത്തില്ല. കാരണം ഇതെല്ലാം നിന്റെ മുമ്പിൽ തുറന്നു വരും. ഞാനിത് പറയുമ്പോൾ 1, 2, 3 വഴികൾ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് തുറക്കുകയാണ്. നിന്റെ ഒന്നാമത്തെ വഴി അടഞ്ഞോ, രണ്ടാമത്തെ വഴി അടഞ്ഞോ, മൂന്നാമത്തെ വഴി അടഞ്ഞോ, ആ വഴികളെ കർത്താവ് തുറന്ന് നിന്നെ മുൻപോട്ട് നടത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയാണോ വഴികൾ അടയപ്പെട്ടത്, എവിടെയൊക്കെയാണോ വഴികൾ മുടങ്ങപ്പെട്ടത്, അവിടെയൊക്കെ കർത്താവ് നിന്നെ എന്ത് ചെയ്യുന്നു, മുൻപോട്ട് കൊണ്ടുപോകുവാൻ പോകുകയാണ്. പത്രോസേ, നിങ്ങൾ വന്ന ഈ വഴി ഈ ഇരുമ്പ് വാതിൽ കൂടെയല്ലേ വന്നത്? പത്രോസ് പറയാം, അതെ. അതിനുശേഷം നീ 2 വാതിൽ കടന്നില്ല? അതെ. ആ വാതിനകത്തല്ലേ നിന്നെ പൂട്ടിയത്? അതെ. എന്നാൽ ഇപ്പോൾ പൂട്ടിയവരിവിടെ അറിയില്ല. ഇന്ന് പൽക്കാലം നിന്നെ പൂട്ടാൻ പലരും നോക്കും, ചിലപ്പോഴൊക്കെ നടന്നു വരും. എന്നാൽ ഇന്ന് ഈ സമയം ശ്രദ്ധിക്കുക, നിന്നെ ആര് പൂട്ടിയാലും ആ പൂട്ടിനെ തകർക്കുന്ന അധികാരമുള്ളവനാണ് നസ്രയനായ യേശു. ആ യേശു ആ പൂട്ടിനെ തകർത്ത് കളയും. വചനം പറയുന്ന മഹത്വത്തിന് പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അതായത് എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ക്രിസ്തുവാണ്, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ ക്രിസ്തുവാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതായത് എൻ്റെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നിങ്ങളെ ആർക്കും ഒതുക്കി തകർത്ത് നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ സാധ്യമല്ല. ചില സ്വപ്നങ്ങൾ എല്ലാവർക്കും കാണാം, പക്ഷെങ്കിൽ സ്വപ്നം കാണുന്ന ചെലവില്ലല്ലോ. സ്വപ്നം കാണുന്ന ചെലവില്ല. സ്തോത്രം, പത്രോസിനെ കൊല്ലുന്നത് സ്വപ്നം കാണാം ഹെരോദാവിന്. യഹൂദന്മാർക്ക് സ്വപ്നം കാണാം, പക്ഷെങ്കിൽ അവനെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാൻ ഒരു ഹെരോദാവിനോ ഒരു യഹൂദനോ ഒന്നും സാധ്യമല്ല എന്നുള്ള കാര്യം ദൈവമക്കൾ മനസ്സിലാക്കണമേ. നിങ്ങളെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾ അത് ദൈവത്തിൻ്റെ പദ്ധതികളാക്കിയാൽ അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. ശ്രദ്ധിച്ചിരുന്നാട്ടെ. പത്രോസ് എന്ത് ചെയ്യുന്നു, മുൻപോട്ട് പോയി ഈ പറയുന്ന മാർക്കോസ് എന്ന ആ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ടാണ് മർക്കോസെ നിങ്ങൾ ഈ വീട്ടിൽ വരാൻ കാരണം? മർക്കോസ് പറയും, എനിക്കറിയത്തില്ല, ആത്മാവെന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആമേൻ. സഹോദര സഹോദരി, പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കലാണ് പ്രാർത്ഥിച്ച വിഷയം ചെല്ലുന്നത്. കൊട്ടും പ്രശംസയും ഒന്നുമല്ല. ആര് പ്രാർത്ഥിച്ചോ, ആര് പ്രാർത്ഥിക്കാൻ തയ്യാറായോ, അവൻ്റെ മുമ്പിൽ പ്രാർത്ഥനയുടെ മറുപടി ചെല്ലും. ആമേൻ. നിങ്ങൾ നോക്കിക്കേ, ഒത്തിരി നേതാക്കന്മാർ ആ കാലത്തുണ്ട്. അവരുടെ അടുക്കലെങ്ങും പത്രോസിയല്ലാതെ ഒരുമനപ്പെട്ട് ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ ദൈവ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലേക്ക് പത്രോസ് ചെന്നിട്ട് പറയുകയാണ്, വേണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തിന് ഇതാ വിടുതലായി ഞാൻ നിൽക്കുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഉറയ്ക്കുവാൻ പറ്റുമോ? നിങ്ങൾ ആ വിടുതലിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്, ആ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. നിങ്ങളെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവപ്രവൃത്തിയായി കൊണ്ടുവരുമെന്ന് ഞാൻ കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്ന് പ്രവർത്തിച്ച് ആ വചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ വിടുതലും ഈ മക്കൾക്ക് കൊടുക്കണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.